ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അരിയുണ്ട, ചക്കുണ്ട അങ്ങനെയാണ്. ആദ്യം നമ്മൾ അരി വറക്കുകയാണ് ചെയ്യണേ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് പൊടി പോലെ ആക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് നമ്മളിപ്പോൾ പൊടിയായി, അരച്ച് പൊടിയായി. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റിൽ തേങ്ങ ചിരകിയതെടുത്തു. അതിലേക്ക് ഈ അരി പൊടിച്ചത് ആഡ് ചെയ്തു. ദെൻ ശർക്കരയും ഞാൻ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും നമ്മൾ ഈ മിക്സിലേക്ക് ആഡ് ചെയ്തു. ദെൻ ഇതെല്ലാതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബോൾസ് ആക്കുകയാണ്. സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനത് സിമ്പിളായിട്ട് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വേഗം ഉണ്ടാക്കിയെന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഈ പൊടിയിലേക്ക് തന്നെ ചക്ക വേവിച്ചത് അതും കൂടി ആഡ് ചെയ്തിട്ട് വേറൊരു ടൈപ്പ് സെയിം സംഭവങ്ങൾ തന്നെ അതിലേക്ക് ചക്ക ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അതിലേക്ക് ആഡ് ചെയ്തു, ജസ്റ്റ് വലിയൊരു ബോളാക്കി അതൊന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി. ഇതും നമ്മളിങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചു. ഇതാണ് നമ്മുടെ ചക്കുണ്ട, അരിയുണ്ട. സിമ്പിൾ കേട്ടോ. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം ടേസ്റ്റിന്. ഓരോ സ്ഥലത്ത് ഓരോന്ന് ആഡ് ചെയ്യണം കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കും, ഇങ്ങനെ ഇരിക്കും. ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാം. 4 മണി പലഹാരമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഉണ്ടാക്കുക അപ്പം തന്നെ കഴിക്കാം. ഇനി ഉണ്ട പോലെ ആക്കാണ്ടും കഴിക്കുകയൊക്കെ ചെയ്യാം, വെറുതെ പറക്കി തിന്നാം അങ്ങനെ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. അരിയുണ്ട അല്ലെങ്കിൽ ചക്കുണ്ട, ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ അതും അറിയില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യുക. ബായ്.